ഹലോ. കേരള നിയമസഭാ ഇലക്ഷൻ 2026 ഇലക്ഷൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇദ്ദേഹം ചെയ്യേണ്ടത്. അതിലൊന്ന്, ഇൻചാർജ് ഓഫ് മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടർ റോൾ. വോട്ടർ പട്ടികയുടെ മാർക്ക് ചെയ്ത കോപ്പിയുടെ ഇൻചാർജാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. നമ്പർ 2, വെരിഫിക്കേഷൻ ഓഫ് ഐഡൻറ്റിറ്റി ഓഫ് ഇലക്ടർ. വോട്ടർമാരുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ജോലി. ഒരു വോട്ടർ വോട്ടിങ്ങിനായി വരുന്ന സമയത്ത്, വോട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ചില പ്രധാനപ്പെട്ട രേഖകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിലൊന്ന് എപ്പിക് കാർഡ് അഥവാ ഫോട്ടോ ID കാർഡ്, ഇലക്ഷൻ ID കാർഡാണ് ഒന്നാമത്തേത്. നമ്പർ 2, പാസ്പോർട്ട്. 3, ഡ്രൈവിംഗ് ലൈസൻസ്. ദെൻ ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്ബുക്ക് വിത്ത് ഫോട്ടോ ഇഷ്യൂഡ് ബൈ ബാങ്ക് ആൻഡ് പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസോ ഏതെങ്കിലും ബാങ്കുകളോ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക്. അതോടൊപ്പം തന്നെ ID കാർഡ് ഇഷ്യൂഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്ത ഏതെങ്കിലും ID കാർഡുകൾ. മറ്റൊന്ന് ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, മിനിസ്ട്രി ഓഫ് ലേബർ നിർദ്ദേശപ്രകാരം ഇഷ്യൂ ചെയ്തിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡാണ് മറ്റൊന്ന്. അതോടൊപ്പം തന്നെ അതർ കാർഡ് ഇഷ്യൂഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച മറ്റെന്തെങ്കിലും ഫോട്ടോ പതിച്ച കാർഡുകൾ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. BLO നൽകിയ സ്ലിപ്പ് ഒരിക്കലും വോട്ടറുടെ ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ദെൻ മൂന്നാമത്തത്, തേർഡ് വൺ, റീഡ് ഔട്ട് സീരിയൽ നമ്പർ ആൻഡ് നെയിം ഓഫ് ദി ഇലക്ടർ ഇൻ ദി ഇലക്ടർ റോൾ. വോട്ടർ പട്ടികയിലെ ഇലക്ടറുടെ പേരും സീരിയൽ നമ്പറും സെക്കൻഡ് പോളിംഗ് ഓഫീസറും മറ്റ് പോളിംഗ് ഏജൻസും കേൾക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ടതാണ്. മെയിൽ ഫീമെയിൽ വോട്ടർമാരുടെ എണ്ണം അറിയുന്നതിന് വേണ്ടി നമ്പർ ഇട്ട് വെച്ചിട്ടുള്ള പേപ്പറിൽ യഥാക്രമം എണ്ണം വെട്ടി കൃത്യമായി മുന്നോട്ട് പോവേണ്ടതാണ്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം പ്രത്യേകം കണക്കാക്കി പ്രിസൈഡിംഗ് ഓഫീസർ ഡയറിയിൽ രേഖപ്പെടുത്താൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകേണ്ടതും ഫസ്റ്റ് പോളിംഗ് ഓഫീസർ തന്നെയാണ്. മാർക്കഡ് കോപ്പി ഓഫ് ഇലക്ടർ റോളിൽ ഓരോ വോട്ടറും വോട്ടിങ്ങിനായി വന്നു കഴിഞ്ഞാൽ ഇടത് താഴെ ഭാഗത്ത് നിന്ന് വലത് മുകൾ ഭാഗത്തേക്കായി ഡയഗണലായി ചുവന്ന മഷി കൊണ്ട് ഒരു ലൈൻ വരയ്ക്കേണ്ടതാണ്. സ്ത്രീ വോട്ടർമാരാണെങ്കിൽ അതിന് പുറമെ അവരുടെ സീരിയൽ നമ്പർ റൗണ്ട് ചെയ്യേണ്ടതാണ്. ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അഥവാ തേർഡ് ലിംഗം, മൂന്നാം ലിംഗക്കാരാണ് വരുന്നത് എങ്കിൽ അവരുടെ സീരിയൽ നമ്പറിന് സമീപത്ത് സ്റ്റാർ മാർക്ക് രേഖപ്പെടുത്തേണ്ടതാണ്. ഏതായാലും പ്രിസൈഡിംഗ് ഓഫീസർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള പോളിംഗ് ഓഫീസറാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. പ്രിസൈഡിംഗ് ഓഫീസറുടെ അഭാവത്തിൽ ഡ്യൂട്ടി ഏറ്റെടുക്കാൻ ഉത്തരവാദിത്തമുള്ള പ്രധാനപ്പെട്ട ഓഫീസറാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. പ്രിസൈഡിംഗ് ഓഫീസർക്ക് പെട്ടെന്നെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഡ്യൂട്ടി ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായും ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി പൂർണ്ണമായും ഏറ്റെടുക്കേണ്ടതാണ്. ഏതായാലും ഇലക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ കൂടുതൽ ഉത്തരവാദിത്വമുള്ള ഒരു പോളിംഗ് ഓഫീസറാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. ഓക്കെ, താങ്ക് യു.